അറിയാ ഇവള് വല്ല ഉത്തേജക മരുന്നും കഴിച്ചിട്ടുണ്ട്. എപ്പോ തുടങ്ങിയത്? അത് നാണക്കേടായാലോ ലക്ഷ്യ. ഇവളി നിന്റെ അനുസരിച്ച് നാട്ടുകാർക്ക് മുഴുവൻ മനസ്സിലാവുക തലക്കോട്ടാന്ന്. മനസ്സിലാകുന്നു, ഓൾറെഡി മനസ്സിലായി. ഒരു കണക്കിന് ഇത് നന്നായി. വർഗീസ് മാത്രമേ ശ്രീധനെ തോക്ക ഡബിളാക്കി. ബാത്റൂമില് വീണതാ. തലക്കാണ് പരിക്ക്. സീരിയസ് ആവാൻ സാധ്യതയുണ്ട്. ചിലപ്പോ പഴയ കാര്യങ്ങളൊക്കെ മാറും. അങ്ങനെയൊന്നുമില്ല. ചേട്ടായിക്ക് എന്ത് നല്ല സ്റ്റാമിനാന്നറിയോ? ഡാൻസ് കളിക്കാൻ അറിയത്തില്ല. ഡാൻസ് കളിക്കാൻ അറിയില്ലാന്നോ? ചേട്ടായി നല്ല ഡാൻസറാ. ഞങ്ങൾ ബാംഗ്ലൂരിലെ പബ്ബിൽ എത്ര ഡാൻസ് കളിച്ചിട്ടുള്ളതാ. എത്ര കളിച്ചാലും ചേട്ടയ്ക്ക് ഒരു ക്ഷീണമില്ലെന്നേ. ബാംഗ്ലൂരിലെ പബ്ബോ? ഇതെപ്പോഴാ ചായ? ബാംഗ്ലൂരിൽ മാത്രമല്ല, ഞങ്ങൾ ഊട്ടിയിലും മൈസൂരിലും ഒക്കെ പോയിട്ടുണ്ട് അല്ലേ? പുന്നാര മോനെ. ഹായ് അവിഹിതം. വേണ്ട, ഇത് എന്തായാലും വേണ്ട. ഇത് വേണ്ട കേട്ടോ. എനിക്ക് കുഴപ്പമില്ല, പോ. നമുക്ക് സംസാരിക്കാം. എനിക്ക് വേണ്ട. ഞാൻ അപ്പഴേ പറഞ്ഞല്ലേ, എനിക്ക് വയ്യ. പറഞ്ഞില്ല, സംസാരിക്കാം. ചേട്ടായി മറ്റെന്തായിരുന്നെങ്കിലും സഹിച്ചേനെ. പക്ഷെ ഇത് ഇന്ന് രാവിലെ മുതൽ ഞാൻ ചേട്ടനോട് പറയുന്നുണ്ട് ഈ പെണ്ണിന് ലൂസാന്ന്. ഇപ്പൊ കണ്ടില്ലേ ആൾക്കാരുടെ എല്ലാം മുന്നിൽ മൊത്തം നാണം കെട്ടെ. ഇതെന്തൊരു കഷ്ടം. ഞാൻ എന്റെ ലൈഫ് കൊണ്ട് തൊലക്കുന്നേ. നീ പറയുന്നത് ശരിയാണ്. പക്ഷെ നമുക്കിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? ഈ ബന്ധം വേണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ വർക്കിച്ചേൻ്റെ പൈസ നമ്മൾ എങ്ങനെ കൊടുക്കും? എന്റെ പൊന്നു ചേട്ടാ, എന്താ പറഞ്ഞ മനസ്സിലാവത്തെ? കെട്ട് കഴിഞ്ഞ് ഞാൻ ചേട്ടാന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആളുകൊണ്ട് ഈ പെണ്ണിന്റെ അവിഹിതം. എന്റെ സ്ഥാനത്ത് ചേട്ടനത് എന്ത് ചെയ്തേനെ? കാശിന് വേണ്ടി എന്തോ ആവാന്നാണോ? എനിക്ക് വയ്യ കാശിന് വേണ്ടി എന്റെ ജീവൻ തുറയ്ക്കാൻ. മടുത്തു ഞാൻ. അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? എന്താ? അലമാരിയുടെ ലാസ്റ്റ് ഡ്രോ ഒന്ന് ഓർക്കാവോ? ഒരു ചെറിയ ബോട്ടിലുണ്ട്. എന്താ വിഷം. കടം കയറി ഒരു നിവൃത്തിയില്ലാതായപ്പോ കുടുംബമായിട്ട് ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വാങ്ങിവെച്ച. ഈ ഒരു ബന്ധം വന്നുകൊണ്ട് മാത്രമാണ് റോഹൻ നമ്മളിപ്പോൾ ജീവിച്ചിരിക്കുന്നത്. നീ പറഞ്ഞതിലും കാര്യമുണ്ട്. എല്ലാവർക്കും അവരവരുടെ ജീവിതം വലുതാണ്. നിനക്ക് ഈ കല്യാണത്തിൽ നിന്ന് പിന്മാറാം. പക്ഷെ നാളെ എന്ന് പറയുന്നൊരു ദിവസം ഉണ്ടെങ്കിൽ ഞാനും സുസുനന്റെ കുഞ്ഞും ജീവനോടെ ഉണ്ടാവില്ല. നീ തീരുമാനിച്ച് എന്നാ വേണ്ടെന്ന് വെച്ചാൽ ചെയ്തു. ഒരാളുടെ ജീവിതം നശിക്കുന്നുണ്ട്, ഒരു കുടുംബം രക്ഷയോടാണ്. ഇതല്ലേ നല്ലത്. എന്നാ നമുക്കിനി ഇവരുടെ കൂടെ നിന്ന് ഈ തമാശ കണ്ട് രസിക്കും. അപൂർവങ്ങളിൽ അപൂർവമായ കാഴ്ചയാണ്. മിസ് ചെയ്യാനേ പാടില്ല. സംഗതി സൈക്കോസിസിൽ നിന്ന് ന്യൂറോസിസിലേക്ക് കടന്നു.
അലക്സ് ഞാൻ നാളെ കാലത്ത് തന്നെ ഇവിടെ എത്തിക്കാം. ഇന്ന് എന്റെ പറ്റുമെന്ന് നോക്ക്. ഇന്നിപ്പോ ഇനി ഇവിടുന്ന് കിട്ടിയിരുന്നെങ്കിൽ ആ, ഉപകാരമായിരുന്നു. നോക്കട്ടെ. ഓക്കെ. ഈ അവീതം പുറത്തായത് നന്നായി. അതിന്റെ പേരിൽ പുള്ളി രണ്ടും കൂടി കൂട്ടി തരാന്ന് പറയുന്നത്. ഇത് ഒന്നുകൂടെ ഒന്ന് കൊടുത്താലേ. ഈ നേരത്തെ എങ്ങനെയാണ് നിനക്കിങ്ങനെ വിലവേശാൻ പറ്റുന്നത്? ഇന്ന് ആണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് എനിക്ക് റോഹന്റെ മുഖത്തൊന്നും നോക്കാൻ കൂടി പറ്റാതെ. ഓ, അപ്പൊ നീ നല്ലവരും ഞാൻ വില്ലനുമായല്ലേ? ഈ നാണംകെട്ട പണി ചെയ്യുന്നതുകൊണ്ട് തന്നെയാ പരമാവധി കാശ് ഞാൻ വാങ്ങിച്ചെടുക്കാൻ നോക്കുന്നത്. നാണക്കേട് മാത്രമല്ല, ഈ കെട്ട് നടക്കുന്നതിന് വേണ്ടി ഒരു കൊലപാതകം ഞാൻ ചെയ്തു. അതിൻ്റെ എല്ലാം ചേർത്ത് വാങ്ങിച്ചിട്ട് ഞാൻ മതിയാക്കും. മോനെ റോഹ, നിന്റെ മാനസികാവസ്ഥ അച്ഛനും മനസ്സിലാവുന്നുണ്ട്. അതെ, നിലനിൽപ്പിന് വേണ്ടി മാത്രം തൽക്കാലം ഒരു നാടൻ കളിക്കുന്നത് വിചാരിച്ചാൽ മതി. നമ്മുടെ സാമ്പത്തിക നില മെച്ചപ്പെടുമ്പോൾ എവക്ക് വട്ടാണെന്ന് പറഞ്ഞ് നമുക്കങ്ങ് ഒഴിവാക്കാം. ഇവിടെ ഇരിക്കുന്ന എല്ലാവരും ഈ പെർഫോമൻസ് കണ്ടതുകൊണ്ട് വർക്കിച്ചിനെ നിഷേധിക്കാനും പറ്റത്തില്ല. അത് കഴിയുമ്പോൾ അച്ഛനാ പറയുന്നത്, നല്ല അടിപൊളി സൂപ്പർ പെണ്ണിനെ മോനി ഞാൻ ഒപ്പിച്ചു വരും. അതുവരെ ഒന്ന് കൂടെ നിന്നേ പറ്റൂ, പ്ലീസ്. എന്തിനാ ഒന്ന് ചേച്ചി. പാട്ട് നിർത്തി എല്ലാത്തിനും ഞാൻ ശരിയാക്കും. പാട്ട് വിളിയാടോ. ഹായ് ലിൻഡ. Hi, Dr. Uncle. Come, let's dance. Come, come, come. Come. ദൈവത്തെ ഓർത്ത് താഴെ എറിഞ്ഞു. ആൾക്കാർ ശ്രദ്ധിക്കുന്നു. ആൾക്കാർ ശ്രദ്ധിക്കുന്നുണ്ടോ? അത് നന്നായിട്ട് ഡാൻസ് കളിക്കാം. വർക്കിച്ചാ നോക്കി നിൽക്കാതെ എന്തെങ്കിലും ചെയ്യ്. ഞാൻ എന്ത് ചെയ്യാനാ ചായ? പാട്ട് നിർത്തണോ? പാട്ട് പ്ലേ ചെയ്യാ. മമ്മി പാട്ട് പ്ലേ ചെയ്യാൻ പറ. മതി മതി, വാ ഇറങ്ങ. കൈ കഴുകാ വണ്ടി. എടി ഓ, എണേ പറഞ്ഞപ്പോ നൊന്തല്ലേ? അല്ല, ഞാൻ കൊറേ നാളെ ചോദിക്കണം വിചാരിക്കാം. കിളി പോലത്തെ പയ്യന്മാരെ കിട്ടുമല്ലോ. പിന്നെ ഈ കാണ്ടാമൃഗത്തിനെ കണ്ടുള്ളൂ. പാട്ട് തുറങ്ങണോ? ഓ, നാണക്കേട്. ഈ ഡാൻസ് നിർത്താൻ ഉദ്ദേശമില്ലെങ്കിൽ അവളോട് ആ തുണിയെങ്കിലും താഴ്ത്തിയിടാൻ പറ. അപ്പൊ പറഞ്ഞു കേട്ടില്ലേ, തുണി താഴ്ത്തിയിടാൻ. ഓ, പിന്നെ ഇതൊക്കെ അപ്പാപ്പൻ എത്ര കണ്ടിട്ടുള്ളതാ? ഈ അപ്പാപ്പൻ ഭയങ്കര കള്ളനാ. കൊച്ചിലി ഉണ്ടല്ലോ, എന്നെ പാർട്ടി കൊണ്ടുപോയിട്ട് എന്തൊക്കെ അപ്പാപ്പന് നാണം വരുന്നു. അപ്പാപ്പൻ വിഷമിക്കണ്ട. അപ്പാപ്പൻ എന്താ വേണമെന്ന് എനിക്കറിയാം. ഇത് സാധനം അയ്യോ